ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ ക്രേസി ബോയ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു പുതിയൊരു ഗെയിമാണ്. പുതിയൊരു ഗെയിമിൽ ഒരു മോഡാണ് ഗൈസ്. ഈ മോഡിൻ്റെ പേരാണ് വൺ ബ്ലോക്ക്. മൈൻക്രാഫ്റ്റിലാണ് അറിയുന്ന പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഇത് ഒറിജിനൽ മൈൻക്രാഫ്റ്റൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ വൺ ബ്ലോക്കിലാണ് വന്നിരിക്കുന്നത്. ലൈക്ക് ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ജസ്റ്റിലെന്താ ഫുഡ് കിട്ടി. എടാ മോനെ സീന്. ഞാൻ ടാബിലാണല്ലോ. ടാബിൽ തന്നെയാണ് കളിക്കുന്നത്. മറ്റേ ഇതിലല്ല, നമ്മുടെ പി സിയിലും കാര്യങ്ങളൊന്നുമല്ല. ഇത് ബുക്കൊക്കെ തന്നിരിക്കുന്നത്. ഇതൊക്കെ എന്തിനാ ഐറ്റങ്ങൾ തരുന്നേ? ഗ്ലാസൊക്കെ എനിക്കറിയില്ല. പിന്നെ വേറെ ഏതെങ്കിലും ഗെയിം കളിക്കണേ കമൻറ്റ് ചെയ്യാം എന്നും പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബുക്കിലെന്താ? അയ്യോ, ഇതുവരെ പ്രമോഷൻ അൺബ്ലോക്കിന്റെ ഇതാണ്. ബുക്കെടുത്ത് വീട്ടിലോട്ട് പോയിക്കുന്നത്. ഷീപ്പാണ്. ചീപ്പ് സ്ഥലം എക്സ്റ്റെൻഡ് എന്തോ ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യാം. വെച്ചിരുന്ന് ബെഡ്റൂം. അപ്പോൾ അടുത്ത ലെവലാവാൻ പോവാണ്, അപ്ഗ്രേഡ് ആവാൻ പോവാണ്. നമുക്ക് സ്ഥലം ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. അത് അപ്ഡേറ്റ് ആവട്ടെ, അപ്ഗ്രേഡ് ആവട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥലം ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. ഇവിടെ ഒരു എയിം ഇട്ടില്ല. താഴേക്ക് പോയ കഴിഞ്ഞ് ഒരു ബ്ലോക്ക് കൂടി എത്രയായി? 4, 3, 2, 1. ഇനി അടുത്തത് ഫോറസ്റ്റാ. ഇനി മൈൻഡ് ചെയ്യാം. വുഡ് കിട്ടി തുടങ്ങി. പംകിനാ. ഇതൊക്കെ എന്തിനെ? കോയി സോറി കോയി. ഫുഡിന് അത്യാവശ്യം ഫുഡ് മെയിന്. അതടുത്ത ഫുഡ് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഫുഡൊക്കെ പൊട്ടിച്ച് സ്ഥലം ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഇതിൻ്റെ പാർട്ട് 2 ഉടനെ വരും. പിന്നെ ഈ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആവും. കുറച്ച് ഇതുണ്ട്. വേറെ ഏതെങ്കിലും ഗെയിം കളിക്കണേ കമൻറ്റ് ബിലോ. ബോണൊക്കെ എന്തിനാടാ? എന്താ പട്ടിയാ? ബോണിൻ്റെ ബ്ലോക്കാണ്. ബ്ലോക്ക് എക്സ്പാൻഡ് ചെയ്ത് ഒരു 6 കൂടി ഉണ്ട്. അത് വെച്ചിട്ട് ബാക്കി എക്സ്പാൻഡ് ചെയ്യാം. അല്ല, അയ്യോ. പിന്നെ വേറെ ഏതെങ്കിലും സീരീസ് മൈൻക്രാഫ്റ്റിൽ തുടങ്ങണേ കമൻറ്റ് ചെയ്യുക, ഞാൻ ചെയ്യുന്നതായിരിക്കും. സീരീസ് ഞാൻ തുടങ്ങും. നിങ്ങൾ സപ്പോർട്ട് ഒന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യും. പിന്നെ നാളെ ഇതിൻ്റെ ബാക്കി ഉണ്ടാവും ഗൈസ്. പശു ഒന്ന് പോയുകല്ലേ. മെല്ലെ. ഓക്കെ, ഇത്രേ ഉള്ളൂ. അതായിട്ട് താഴേക്ക് പോയാൽ ഫുഡ് ഉണ്ടാവില്ല.
ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുക. എപ്പോഴാണ് ക്രാഫ്റ്റിംഗ് ടേബിൾ അല്ല വുഡ് തന്നെ റെഡിയാക്കുന്നത്. എനിക്ക് എത്ര വുഡ് കിട്ടും? ഓ 60 ഒറ്റ വുഡും കൂടി ഉണ്ട്. ഒരു സ്റ്റാക്ക് വുഡാവുന്നു. ഓ ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടി. ഒരു ഭാഗത്ത് പ്ലേസ് ചെയ്ത് നമുക്ക് ചെസ്റ്റ് കിട്ടിയില്ല. അതോടൊക്കെ അതിക്ക് വേസ്റ്റൊക്കെ കയറ്റി. വേസ്റ്റ് നമുക്ക് വുഡ് ആവശ്യം അല്ല ഡേർട്ട് ആവശ്യമുണ്ട്. സ്ഥലം എക്സ്പാൻഡ് ചെയ്യണം. ഫുഡൊക്കെ കയറ്റിക്കോ. ഫുഡൊക്കെ നമുക്ക് സ്റ്റോണേജ് എത്തിയിട്ടേ കാര്യമുള്ളൂ. അല്ലാണ്ട് തിന്നാന്നാലും സ്റ്റോണേജ് എത്തി കുക്ക് ചെയ്ത് തിന്നുന്നതിലല്ലേ കാര്യം. ബാക്കി ഡേർട്ട് വെച്ചിട്ട് സ്ഥലം എക്സ്പാൻഡ് ചെയ്യാം. ഇതാ വേറൊരു ഡേർട്ട് കയ്യിൽ 2 ടൈപ്പ് ഡേർട്ട് ഉണ്ടോ? ഒന്ന് അത് ഒരു വുഡും കൂടി ഉണ്ട്. ഒന്നല്ല വുഡല്ല സോറി ഡേർട്ട്. ഇതേതോ റൂട്ടോ എന്തോ അറിയില്ല. ആ ഡേർട്ടൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. നാളെ ഇതിൻ്റെ ബാക്കി വരും. ഇതാണ് ആ ഡേർട്ട്. നാളെ ഇതിൻ്റെ ബാക്കി വരും ഗൈസ്. നാളെ ഇതിൻ്റെ ബാക്കി വരും. ഇതന്നെയായിരിക്കും 1 ബ്ലോക്ക് തന്നെയായിരിക്കും നാളെ വരിക. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഷവർ കിട്ടില്ലോ. നമുക്കൊരു വീടൊക്കെ പണിയണം ഗൈസ്. നമുക്ക് വീട് പണിയാം. നമുക്ക് നാളത്തെ എപ്പിസോഡിൽ നമുക്കൊരു വീട് പണിയാം. ചെറിയൊരു വീട്. എന്തിനാ വെറുതെ ഒരു രസം. വീട് പണിയണം അടുത്ത എപ്പിസോഡിൽ. ചെറിയൊരു കുടീരം വെറുതെ കിടക്കാൻ. ഇവിടുന്ന് ഈ സീരീസിൽ ഞാൻ വീട് പണിയാണ്. ഒരു 5-10 ബ്ലോക്ക് അപ്പുറം മെയിൻ ലാൻഡിൽ നമ്മൾ ചെയ്യൂല. 5-10 ബ്ലോക്ക് അപ്പുറത്തായിരിക്കും ഞങ്ങൾ ചെയ്യുക. ഞാൻ ചെയ്യുക. പിന്നെ ഈ മോഡലിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കളിക്കണേ കമൻറ്റ് ചെയ്യുക. ഞാൻ കളിക്കുന്നതായിരിക്കും. നാളെ ഞാൻ ചിലപ്പോൾ നോക്കട്ടെ കൂട്ടുകാരന്മാരെ കിട്ടുമോ നോക്കട്ടെ. അമ്മമാരൊക്കെ ബിസിയാണ്. കിട്ടുകയാണെങ്കിൽ ഞാൻ നോക്കട്ടെ. കിട്ടും ഞാൻ വരാം. ഒരിടയ്ക്ക് എന്തോ ക്രാഫ്റ്റ് ചെയ്യാൻ എന്തോന്ന് ക്രാഫ്റ്റ് ചെയ്യാന്നല്ലോ. ഒരു മിനിറ്റ് വരാം. ചെറിയൊരു പ്രശ്നമുണ്ട്. ഒരു മിനിറ്റ് ഞാൻ ഇപ്പം വരാം. ചെറിയൊരു പ്രശ്നമുണ്ട്. ഇപ്പം തന്നെ വരും. 2 സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഷവർ എടുക്കാം. ഷവർ ഉണ്ടാക്കുക. ഒന്ന് നേരത്തെ പോയി ഷവർ എടുത്തപ്പോഴത്തേന് ഷവർ ഉണ്ടാക്കിയപ്പോൾ നൈറ്റായി. ടൈം പോണൊരു പോക്കേ. വീട്ടൊക്കെ വീട്ട് തന്നെയാണോ? ജസ്റ്റാ സീറ്റ്. സീറ്റ് മരൊക്കെ ഉണ്ടല്ലേ. സീഡ് കിടന്ന് വെള്ളം വേണ്ടേ? വെള്ളം ഉണ്ടായാലല്ലേ ഗ്രോ ആവുള്ളൂ. അറിയൂല. കമൻറ്റ് ചെയ്യട്ടാ. കമൻറ്റ് എല്ലാം 5 എണ്ണം വെച്ചാണ് നിൽക്കുന്നത്. ബീട്രൂട്ട് സീഡ് പിന്നെ എന്തൊക്കെയൊക്കെയോ സീഡുണ്ട്. നോക്കിയില്ല.
രാത്രി കണ്ണ് കണ്ടോ എന്തോ. ഈ ചെസ്റ്റ് ഇവിടെ വെക്ക്. ഈ ചെസ്റ്റിൽ നമുക്ക് സീഡൊക്കെ വെക്കാം. സീഡൊക്കെ വെക്കാം. സീഡ് നല്ല എല്ലാ സാധനങ്ങളും വേസ്റ്റായ എല്ലാ സാധനങ്ങളും വെക്കാം. മരം നടാൻ പറ്റുമല്ലോ. മരം നടാൻ പറ്റും. മരം നടാൻ പറ്റുന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സീഡിന് വെള്ളമാണ് ഗീസ്. സീഡ് വെള്ളമല്ലാണ്ട് സീഡ് ജനറേറ്റ് ആവില്ല. സീഡ് തിരിച്ചെക്കാം. ട്രീ ജനറേറ്റ് ആവും. ട്രീ എടുത്ത് ട്രീ ഒരു മൂലക്ക് പ്ലേസ് ചെയ്തു. ഓക്കെ, ട്രീ ഒക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യിക്കുന്ന ട്രീ ഗ്രോ ആവുന്നുണ്ട്. ഗ്രോ ആവട്ടെ. എന്തൊക്കെ ഞാനീ പറയുന്നത് എനിക്ക് പോലും മനസ്സിലാവില്ല. ഡേർട്ടൊക്കെ എടുത്ത് കഴിയുക. ഡേർട്ടൊക്കെ അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. ഞാൻ എന്താ ഉണ്ടാക്കാൻ വന്നേ? ഞാൻ മറ്റേത് എന്താണ് വീറ്റ് ഹേബയിൽ നമുക്ക് വീറ്റാക്കാം. വീറ്റ് തന്നെ അല്ലേ? എനിക്കറിയൂലേ. അരിയൂല. ബ്രെഡാക്കി. 3 ബ്രെഡ് ഉണ്ട് ഫുഡായിട്ട്. പൊട്ടിക്കണ്ട. ഹങ്കറില്ല. ടെസ്റ്റ് വർക്ക്. പിന്നിപ്പോൾ എന്താ, നമുക്ക് കുറച്ച് നേരം കിടന്ന് മൈൻ ചെയ്യാം. അല്ല, എക്സ്പാൻഡ് ചെയ്യാം. സോറി, മൈൻ ചെയ്തല്ല. എൻ്റെ തെറ്റ് പറയണ്ടേ, ക്ഷമിക്കണം. ഞാൻ ഫസ്റ്റ്, സെക്കൻഡ്. നമ്മൾ മൈൻഡ് ചെയ്ത ബ്ലോക്കൊക്കെ ഇവിടെ കാണിക്കും ഗൈസ്. സൈഡിൽ എന്താ ബ്ലോക്ക് മൈൻഡ് 101 ബ്ലോക്ക് ഞാൻ മൈൻഡ് ചെയ്ത്. സാധാ സർവറിൽ ഞാൻ അത്രയും ബ്ലോക്ക് മൈൻഡ് ചെയ്തിട്ടില്ല. ഈ പോഷൻ ഫുൾ എക്സ്പാൻഡ് ചെയ്ത് ഇനിയും എക്സ്പാൻഡ് ചെയ്യും. സൈഡില് നമുക്കൊന്നുമില്ല. നമുക്കിപ്പോൾ ബ്ലോക്ക് തീരും. നമുക്ക് മൈൻഡ് ചെയ്യണം. വേഗം സ്റ്റോണേജ് ഒന്ന് എത്തിയാൻ ചെയ്യുന്നു. സ്റ്റോണേജ് എത്താൻ കുറച്ച് പണിയാണ്. ബ്ലോക്കും തീർന്നു. അതിലുള്ള ബ്ലോക്ക് തീർന്നു. പന്നി ടെക്നോബ്ലേഡ് അല്ല. ഇവിടെ കൈ കയറി ഡേർട്ട് എടുത്തോടെ. ഇമ്മതി ക്ലേ എന്തിനാ തരുന്നതെന്ന് എനിക്കറിയാത്ത. ബ്രെഡാക്കാം. മാക്സിമം ബ്രെഡും ഫുഡൊക്കെ കളക്ട് ചെയ്യട്ടെ.
നമുക്ക് കുറച്ച് അനിമേറ്റ് ചെയ്യാം. മഷ്റൂം കൗ. വാവ്, മഷ്റൂം കൗവിനെ കിട്ടി. ഗൈസ് നമുക്ക് മഷ്റൂം കൗ നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് തരും ഗൈസ്. ഫ്രീ ആയിട്ട് നല്ല കഷ്ടപ്പെടേണ്ടൊന്നും ആവശ്യമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നൈസിൽ മഷ്റൂം കൗവിനെ അവിടെ പൂട്ടാൻ നോക്കാം. ഫെൻസ് ഉണ്ടാക്കുക. മൂന്നെണ്ണം ഒന്നും പോരാ. ഫെൻസ് ഉണ്ടാക്കുക. മൈൻക്രാഫ്റ്റിൽ വേറെ മോഡ്സ് ഇട്ട് കളിക്കണേ കമൻറ്റ് ബിലോ ഞാൻ കളിക്കുന്നതായിരിക്കും. മഷ്റൂം കൗ പുറത്തേക്കൊന്നും പോലെ മാറിക്ക് വേൾഡ് ഔട്ട് പോകും. നിന്റെ ഹെൽത്തിൻ്റെ ഇതല്ല, എൻ്റെ ഹെൽത്തിൻ്റെതാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യത്തിലാണ് ഡൗട്ട്. അതുകൊണ്ടാണ് നമുക്ക് ഫെൻസ് വെച്ച് ഇവിടെ ഫുൾ കവർ ചെയ്യാം. അയ്യോ, വേൾഡ് ഔട്ടൊന്നും പോകല്ലേ. ഫുൾ കവറല്ല, അതിന് നിൽക്കാൻ പറ്റിയൊരു ഭാഗത്തേക്ക് നമുക്ക് നിൽക്കാം. മെല്ലെ. ഓക്കെ, മെല്ലെ ബാ, കേറ് ബാ. ഒരു ഐഡിയ ഉണ്ട് എൻ്റെ കയ്യിൽ. മറ്റേ ഹേബേലില്ലേ, നമുക്ക് എടുത്തിട്ട് വീറ്റ് ആക്കണം. ഹേബേല് ഇവിടെ വെക്കടാ. ഹേബേല് കിട്ടി. വീറ്റാക്ക് നമുക്ക് നേരെ വീട്ടെടുത്ത് പശുവിൻ്റെ അടുത്ത് വെക്കാം. അയ്യോ, അടിക്കുന്നു വീട്ടിൽ ബാ പശു ബാ എടീ ബാ മെല്ലെ ബാ പോലെ മെല്ലെ ബാ കറിക്ക് അത്ര ഉള്ളു. നമുക്ക് പശുമ്പതിനെ ദഹിക്കുന്നത് ഇത് ഫുഡ് ഇരുന്ന് ഞാൻ കാണിച്ചാൽ നമുക്ക് വുഡ് കയ്യിലുണ്ട്. വീട്ടൊക്കെ ചെറുമണിണ്ട്. ബ്രെഡാക്കാൻ 2 ബ്രെഡ് ആക്കാനുള്ള പൈസ അല്ല വീട്ടുള്ളൂ. സ്ഥലം എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, പശുവിൻ്റെ പൊടിയും ഒരു ബ്ലോക്കിൻ്റെ കൂടി കുറവ് മൈൻഡ് ചെയ്തോളാ. ഒരു ബ്ലോക്ക് ഞാൻ പിന്നെ വെച്ചോളാം. ഓക്കെ, ഇനി കുറച്ചേരം മൈൻഡ് ചെയ്യാം. ഷീപ്പ്, നമുക്ക് ഷീപ്പിനെ ഷീപ്പൂട്ടാ ഇവിടെ ഇവിടെ വാ. കുറച്ച് പണിയാണല്ലോ. ഷീപ്പിനെ കളിക്കുമ്പോ മഷ്റൂം കൗ കൂടി വരുന്നേ. മെല്ലെ അതിന്റെ ബാക്കിലുള്ള ഉള്ളിൽ കേറ്. ഈ മഷ്റൂം കൗ പുറത്തറില്ലേ? അയ്യോ, എടാ മഷ്റൂം കൗ മാറിക്ക്.
കിട്ടി കിട്ടി. ആ നൈസിൽ വെച്ചു. എന്താ ഉമ്മയ്ക്ക് എല്ലാം വേണ്ട അതിന്റെ ഉള്ളിൽ കയറ്റി ചടങ്ങാണ്. എന്താ ചാവാത്തെ? അല്ല രണ്ടിക്ക് ചാവുമല്ലോ. എടാ ഞാൻ ശവല് വെച്ചിട്ടാണ് അടിച്ചത്. വീണ്ടും ബോണൊക്കെ കിട്ടി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ നാളത്തെ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ആയിട്ട് കാണാല്ലേ, കാണും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.